ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് ഒരു വലിയ കരാർ എത്തുകയാണ്. കടലിനടിയിലെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത വർഷം മധ്യത്തോടെ ഇന്ത്യ 1,00,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന 2 മെഗാ അന്തർവാഹിനി കരാറുകളിലാണ് ഒപ്പുവെക്കാൻ പോകുന്നത്. ഈ കരാർ എന്ന് പറയുന്നത് ഒരു രാജ്യവുമായി മാത്രമല്ല, 2 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പുവെക്കാൻ പോകുന്നത്. ഫ്രാൻസുമായും ജർമ്മനിയുമായും ചേർന്ന് 2 മെഗാ അന്തർവാഹിനി പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള മസഗോൺ ഡോക്ക് ലിമിറ്റഡും ഫ്രഞ്ച് പ്രതിരോധ ഭീമനായ നേവൽ ഗ്രൂപ്പും സംയുക്തമായി നിർമ്മിക്കുന്ന 3 സ്കോർപിയൻ അന്തർവാഹിനികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യ പദ്ധതി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 36,000 കോടി രൂപയുടെ ഈ കരാർ പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ വിവിധ സാങ്കേതിക വാണിജ്യ വശങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ കാലതാമസം നേരിടുകയായിരുന്നു. രണ്ടാമത്തെ കരാർ എന്ന് പറയുന്നത് ഏകദേശം 65,000 കോടി രൂപ ചെലവിൽ 6 ഡീസൽ ഇലക്ട്രിക് സ്റ്റെൽത്ത് അന്തർവാഹിനികൾ ഏറ്റെടുക്കുന്നതിനുള്ളതാണ്. പ്രതിരോധ മന്ത്രാലയം മുദ്രവെക്കാൻ ലക്ഷ്യമിടുന്ന ഈ രണ്ടാമത്തെ പദ്ധതി 2021 മന്ത്രാലയം ആദ്യം ഈ സംഭരണത്തിന് അനുമതി നൽകിയിരുന്നു. ഈ 2 കരാറുകളുമാണ് അടുത്ത വർഷം മധ്യത്തോടെ ഉറപ്പിക്കാൻ പോകുന്നത്. പ്രമുഖ ജർമ്മൻ കപ്പൽ നിർമ്മാണ കമ്പനിയായ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. സമീപ വർഷങ്ങളെ ഏറ്റവും വലിയ മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾ ഒന്നായി ഇത് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ കരാറിന്റെ ചെലവ് സംബന്ധിച്ച ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും കരാർ അവസാനിക്കുന്നതിന് 6 മുതൽ 9 മാസം വരെ എടുത്തേക്കാമോ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രൊജക്ട് 75I പ്രകാരം 6 സ്റ്റെൽത്ത് അന്തർവാഹിനികൾ ഏറ്റെടുക്കുന്നത് പൂർണ്ണമായും പുതിയൊരു പരിപാടിയാണ് എങ്കിലും 3 സ്കോർപിയൻ അന്തർവാഹിനികൾക്കായുള്ള പദ്ധതി മുൻ ഏറ്റെടുക്കലിന്റെ തുടർച്ചയായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 75 പ്രകാരം നാവിക ഗ്രൂപ്പുമായി സഹകരിച്ച മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ഇതിനകം 6 സ്കോർപിയൻ അന്തർവാഹിനികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാവികസേനയുടെ അണ്ടർ വാട്ടർ കഴിവുകൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ 2 കരാറുകളും ഉടൻ ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ സ്കോർപിയൻ പദ്ധതി അടുത്ത വർഷം ആദ്യം അന്തിമമാകുമെന്നും പറയുന്നു. ഈ കരാർ അന്തിമമാകുകയാണെങ്കിൽ ഫ്രാൻസുമായും ജർമ്മനിയുമായും ചേർന്നുള്ള ഇന്ത്യയുടെ 2 മെഗാ അന്തർവാഹിനി പദ്ധതികളായിരിക്കും ഇത്. 2017 2024 ഇടയിൽ 6 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ INS ഖണ്ഡേരി, INS കരഞ്ചെ, INS വേല, INS വാഗീർ, INS വാഗ്ഷിർ തുടങ്ങിയ ഈ 6 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യക്ക് വിതരണം ചെയ്തത് നിലവിലുള്ള പ്രൊജക്ട് 75I പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഒരു വിപുലീകരണമായിരിക്കും ഈ ഓർഡർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ റഷ്യൻ വംശജരായ കിലോ ക്ലാസ്, ജർമ്മനിയുടെ HDW ബോട്ടുകൾ തുടങ്ങിയ ഇപ്പോൾ കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ 3 പ്ലാറ്റ്ഫോമുകൾ കൂടി ഇന്ത്യയിലേക്ക് ഉൾപ്പെടുത്തുന്നതോടെ അന്തർവാഹിനികളുടെ എണ്ണത്തിലുള്ള കുറവ് ഇന്ത്യക്ക് ഇങ്ങനെ ഭാഗികമായി നികത്താൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കരാർ തന്നെയാണ്. എന്നാൽ ഈ 2 പദ്ധതികൾക്കും കീഴിലുള്ള അന്തർവാഹിനികളുടെ വിതരണ കരാർ ഒപ്പിട്ട് ഏകദേശം 6 വർഷത്തിന് ശേഷം മാത്രമേ ഇതിന്റെ വിതരണം ആരംഭിക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് യഥാർത്ഥ ഫ്ലീറ്റ് വർധനവ് എന്നത് 2032 ആയിരിക്കാം ആരംഭിക്കുക. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഈ അന്തർവാഹിനി കരാർ മറ്റു പ്രതിരോധ ഇടപാടുകൾക്കൊപ്പമാണ്. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതിനായി ഏകദേശം 64,000 കോടി ചെലവിൽ 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു കരാർ 2025 ഏപ്രിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും നൂതനവുമായ ആണവ പരമ്പരാഗത അന്തർവാഹിനികളുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാണവും കണക്കിലെടുക്കുമ്പോൾ സമുദ്ര പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ഈ ഏറ്റെടുക്കൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനം. അതായത് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യയെ ചൊല്ലി റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷം നടക്കാൻ പോവുകയാണ് എന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട്. റഷ്യയുടെ ഈ 5ാം തലമുറ Su-57E ഇന്ത്യ താല്പര്യം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ പ്രധാന ഘടകങ്ങൾ, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതിന്റെ റഡാർ. ഈ റഡാറിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് റഷ്യയുടെ ഈ റഡാർ മാറ്റി ഇന്ത്യയുടെ തദ്ദേശീയ റഡാർ ഇതിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് റഷ്യയുടെ പ്രതിരോധ സ്ഥാപനത്തിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയ്ക്കും അതൃപ്തിക്കും കാരണമായിരിക്കുകയാണ്. റഷ്യയിലെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാന വാസ്തുവിദ്യയുടെ കഴിവുകളെ സൂക്ഷ്മമായി എന്നാൽ ഗണ്യമായി വിമർശിക്കുന്നതായിട്ടാണ് റഷ്യൻ വിശകലന വിദഗ്ധർ ഇതിനെ ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ഈ Su-57E
N036 ബൈൽക്ക AESA റഡാർ എന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അടുത്ത തലമുറ റഡാർ സംവിധാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കണ്ടെത്തൽ ശ്രേണി, പവർ, കാര്യക്ഷമത, ഇലക്ട്രോണിക് യുദ്ധ പ്രതിരോധ ശേഷി എന്നിവയൊന്നും ഈ റഡാറിൽ നിന്ന് ലഭിക്കുകയില്ല. ഇത് മാത്രമല്ല, മികച്ച താപ കൈകാര്യം ചെയ്യൽ, ശ്രേണി, സിഗ്നൽ വിശ്വസ്തത എന്നിവ വാഗ്ദാനം ചെയ്യുന്ന തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത AEC റഡാറുകൾ ഉയർന്ന പ്രകടനമുള്ള 5ാം തലമുറ വ്യോമ പോരാട്ടത്തിന് കൂടുതൽ അനുയോജ്യമാണ് എന്നാണ് ഇന്ത്യൻ വിദഗ്ധർ ഇപ്പോൾ വാദിക്കുന്നത്. അതായത് റഷ്യയുടെ ഈ ബൈൽക്ക സിസ്റ്റത്തിന് പകരമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഉത്തം AESA റഡാറും അതേപോലെ തന്നെ സൂപ്പർ 30 പ്രോഗ്രാമിന് കീഴിൽ നവീകരിച്ച സുഖോയ് 30 MKI വിമാനങ്ങളെ സംയോജിപ്പിക്കുന്ന വിരൂപാക്ഷ റഡാറും മാറ്റി സ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യയുടെ ഉത്തം AEC റഡാർ എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഈ 2 സിസ്റ്റങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കൂടാതെ ഗ്യാൻ സെമി കണ്ടക്ടർ ആർക്കിടെക്ചറിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന പവർ ഡെൻസിറ്റി, ദൈർഘ്യമേറിയ ഡിറ്റക്ഷൻ റേഞ്ചുകൾ, ജാമിങ്ങിനെതിരെ മികച്ച പ്രതിരോധം എന്നിവയാണ് ഇവ തരുന്നത്. പ്രത്യേകിച്ച് മത്സരാധിഷ്ഠിത വൈദ്യുത കാന്തിക പരിതസ്ഥിതികളിൽ പോലും. ഇപ്പോൾ ഈ തർക്കം എന്ന് പറയുന്നത് റഡാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യ റഷ്യയെ പരോക്ഷമായി ചോദ്യം ചെയ്യുന്നു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ലോകത്തിലെ ഏറ്റവും നൂതനമായ 5ാം തലമുറ പ്ലാറ്റ്ഫോമുകൾ ഒന്നായിട്ടാണ് റഷ്യ Su-57 വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാന കഴിവുകൾ എന്ന് പറയുന്നത് വിപുലീകൃത ശ്രേണികളിൽ എതിരാളികളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനുമുള്ള ഇതിന്റെ കഴിവിനെ ഇന്ത്യ ഇപ്പോൾ പരോക്ഷമായി ചോദ്യം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം വെക്കുന്നത് കാരണത്താൽ തന്നെ ഈ Su-57 അതിന്റെ എതിരാളികളായ അമേരിക്കൻ F-35, ചൈനയുടെ J-20 തുടങ്ങിയ പാശ്ചാത്യ എതിരാളികളുമായി തങ്ങളുടെ പോർ വിമാനങ്ങൾ പൂർണ്ണമായും മത്സരിക്കുമെന്ന റഷ്യയുടെ വാദത്തെ ഇത്തരമൊരു ആവശ്യം ഇപ്പോൾ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ആവശ്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത ഇരട്ടിയാക്കിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒടുവിൽ Su-57 നിന്ന് പിന്മാറിയേക്കാം. അങ്ങനെ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ റഷ്യയുടെ ഈ സ്റ്റെൽത്ത് ഫൈറ്ററിനെ കുറിച്ചുള്ള മിഥ്യാധാരണകളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ ഈ 5ാം തലമുറ യുദ്ധവിമാനം ഒരു പ്രസക്തിയും ഇല്ലാതെയായി പോകും. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക മാത്രമല്ല, അടുത്ത തലമുറ പ്ലാറ്റ്ഫോമുകളെ സ്വതന്ത്രമായി നിലനിർത്താനും നവീകരിക്കാനും കഴിയുന്ന ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥയെ വിന്യസിക്കുക എന്ന തന്ത്രപരമായ അഭിലാഷങ്ങളുമായിട്ടാണ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്യാൻ അധിഷ്ഠിത AESA റഡാർ ഈ Su-57 സംയോജിപ്പിക്കുകയാണെങ്കിൽ സാങ്കേതിക മേഖലകളിൽ മുന്നേറുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയിൽ ഇന്ത്യയും എത്തും. കാരണം ഗ്യാൻ സെമി കണ്ടക്ടറുകൾ നൂതന റഡാറുകൾക്കും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾക്കും മാനദണ്ഡമായി കൂടുതൽ കാണപ്പെടുന്നു. ഈ Su-57 സ്വന്തം റഡാർ ഉൾപ്പെടുന്നതിൽ ഇന്ത്യ വിജയിച്ചാൽ പ്രാദേശിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കരാറായി മാറുന്ന ഭാവി ഇടപാടുകൾക്ക് ഇന്ത്യ ഒരു മാതൃക തന്നെ സൃഷ്ടിക്കും. ഇവിടെ ഇന്ത്യയുടെ ഒരു വളർച്ചയാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യ ഒരു വാങ്ങുന്നയാൾ മാത്രമല്ല, ഇപ്പോൾ സാങ്കേതിക തുല്യത ആവശ്യപ്പെടുന്ന ഒരു ഉറച്ച പങ്കാളിയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നു വന്നിരിക്കുന്നത്. തദ്ദേശീയ റഡാർ സംയോജനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ പ്രതിരോധ വിപണിയെ വിലപേശൽ ശക്തിയായി പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ റഷ്യ ഇന്ത്യയുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും അമേരിക്കയുടെ F-35A മറികടക്കുന്നതിനുമായി Su-57 ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളെയും സോഫ്റ്റ്വെയറിന്റെയും സിസ്റ്റം ലെവൽ സംയോജനം സുഗമമാക്കുന്നതിന് റഷ്യ പൂർണ്ണ സോഴ്സ് കോഡ് ആക്സസ് വാഗ്ദാനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇന്ത്യ ഈ Su-57 ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ പോലുള്ള ഇന്ത്യൻ നിർമ്മിത മിസൈലുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് കൃത്യതയുള്ള സ്ട്രൈക്ക് യുദ്ധോപകരണങ്ങളും ഈ വിമാനത്തിൽ വഹിക്കാൻ സാധിക്കും. അത്തരമൊരു നീക്കം വിദേശത്തു നിന്നുള്ള ആയുധ സംവിധാനങ്ങളിലുള്ള ഇന്ത്യയുടെ ദീർഘകാല ആശ്രയത്വം കുറയ്ക്കുക മാത്രമല്ല, മുൻകാല പ്രതിരോധ സംഭരണങ്ങളിൽ ഇന്ത്യ നേടിയെടുക്കാൻ പാടുപെടുന്ന മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റങ്ങളുടെ മേൽ സോഫ്റ്റ്വെയർ പരമാധികാരം ഉറപ്പാക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ റഷ്യയുടെ Su-57 എന്ന 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകണോ? ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.